സ്നേഹാവസ് ആണ്, ഹിന്ദിയാണ് എടുക്കുന്നത്. വരൂ നമുക്ക് കുറച്ചു നേരം ഹിന്ദി പഠിക്കാം അല്ലെ. അപ്പൊ നമ്മളെല്ലാവരും വെക്കേഷന്റെ ആ ഒരു മൂഡിൽ നിൽക്കുകയായിരിക്കും, നല്ല അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പൊ വെക്കേഷനിൽ കളിച്ചാൽ മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഇച്ചിരി പഠിച്ചും കൂടി തുടങ്ങണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹിന്ദി ബേസിക്സിന്റെ ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരു ഇത്തിരി ആയിട്ട് ഹിന്ദിയൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ പറ്റിയ ഒരു സമയമാണ് ഇത്. അടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും ഹിന്ദി പക്ക ആക്കി നമുക്ക് മാറ്റണം അല്ലെ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ആദ്യം തൊട്ടേ പഠിച്ചു തുടങ്ങണം. നമ്മൾ അക്ഷരമാലയുടെ കാര്യം ഫുള്ള് പറഞ്ഞു കഴിഞ്ഞതായിരുന്നു. പിന്നെ നമ്മൾ എന്താണ് കുറച്ച് സർവ്വനാമങ്ങൾ പറഞ്ഞു, എന്താണ് പ്രോനൗണുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അതൊന്നും കാണാത്തവര് വേഗം പോയി ഓടിപ്പോയി കണ്ടിട്ട് വരണം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ക്രിയ എന്താണ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് എഴുതുന്ന സമയത്ത്, ഹിന്ദി സെന്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട കുറച്ച് ക്രിയകളാണ് മിസ് പഠിപ്പിക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും ഈ ക്രിയകൾ എഴുതി പഠിച്ചിട്ടുണ്ടാവണം. ഒരുപാട് സെന്റൻസ് ആകുമ്പോൾ ഇതിനെന്തായിരുന്നു പറയാ എന്നുള്ള ആ ഒരു ഡൗട്ട് നമുക്ക് ഇതിൽ ക്ലിയർ ആക്കാൻ പറ്റും. എന്താണ് ക്രിയ എന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാം, വേർബ് ആണ്. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വേർബ് ആണ്, ഹിന്ദിയിൽ പറയുകയാണെങ്കിൽ ക്രിയയാണ്, മലയാളത്തിൽ പറയുകയാണെങ്കിലും ക്രിയ എന്ന് തന്നെയാണ് അല്ലെ. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രവൃത്തി. എന്താണ് ഈ പ്രവൃത്തി? ഇപ്പൊ മിസ് പറയാണ്, ഉറങ്ങുകയാണ്, ചാടുകയാണ്, അല്ലെങ്കിൽ കളിക്കുകയാണ്, പഠിക്കുകയാണ്, അടിക്കുകയാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒരു ക്രിയയാണ്, ഒരു പ്രവൃത്തിയാണ്, നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്രിയ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ അതിനെന്ത് പറയും, വെർബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനൊക്കെ ഹിന്ദിയിൽ ഒരുപാട് വാക്കുകളുണ്ട്. അതിൽ കുറച്ചധികം എന്താണ് ക്രിയകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ക്രിയകൾ തന്നെ നമുക്ക് എന്താണ് ഹിന്ദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി ഉപയോഗിക്കാനുണ്ടാവും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാണ് അല്ലെ. നോക്കാം, ആദ്യം നമുക്ക് എളുപ്പമുള്ള, വളരെ ഈസി ആയിട്ടുള്ള, ഇഷ്ടമുള്ള ഒരു സാധനമാണ് നോക്കുക എന്നുള്ളതിന് നമ്മൾ ഹിന്ദിയിൽ ദേഖ്ന എന്നാണ് പറയുന്നത്. ദേഖ്ന എന്നാണ് പറയാ. കാണുക എന്നും നമുക്ക് പറയാം. എന്താണ് കാണുക എന്നുള്ളതിന് നമ്മൾ ദേഖ്ന എന്ന് പറയും. പക്ഷെ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് നോക്കി അല്ലെങ്കിൽ കണ്ടു എന്നൊക്കെ ആയിരിക്കും എഴുതാൻ ഉണ്ടാവുക അല്ലെ. എന്താണ് നോക്കി അല്ലെങ്കിൽ കണ്ടു, അതിനെങ്ങനെയായിരിക്കും എഴുതുക? ദേഖ എന്ന് മാത്രം മതി. അമ്മുനെ ദേഖ, അമ്മു നോക്കി, അമ്മ കണ്ടു. ദേഖ എന്ന് വെച്ചാൽ കണ്ടു എന്ന് പറയാനാണ്. മിസ് ക്രിയ കറക്റ്റ് പറഞ്ഞു തരും. പിന്നെ അത് സെന്റൻസിൽ ഉണ്ടാക്കുമ്പോൾ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. രണ്ടും എന്റെ മക്കൾ പഠിച്ചിരിക്കണം, രണ്ടും മക്കൾ എഴുതിയിട്ടുണ്ടാവണം കേട്ടോ. നമുക്ക് അടുത്ത് എന്താണ്, ഖാന, കഴിക്കുന്നതിന് നമ്മൾ ഹിന്ദിയിൽ എന്താ പറയുന്നത്, ഖാന എന്നാണ് പറയുന്നതാണ്. ഖാന. ഓക്കെ, ഖ എന്നുള്ള സൗണ്ട് ആണെന്നുള്ള കാര്യം മക്കൾ ആലോചിക്കാം. ഖാന അല്ലെ. ഓക്കെ, ഇനി കഴിച്ചു എങ്ങനെയായിരിക്കും പറയാം? കഴിച്ചു, ഞാൻ കഴിച്ചു, കഴിച്ചു എങ്ങനെയായിരിക്കും പറയാം? ഗായ എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഖ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഓടുക, ദൗഡന എന്നാണ് പറയുന്നത്. എന്താ വായിക്കുന്നത്? ദൗഡന എന്നാണ് അല്ലെ. ദൗഡന, ഓടുന്നതിന് ദൗഡന എന്ന് പറയെങ്കിൽ ഓടി എന്നുള്ളതിന് നമ്മൾ എന്തായിരിക്കും പറയുന്നുണ്ടാവാ? ദൗഡ. എന്ത് പറയും? ദൗഡ. ഇതൊക്കെ പഠിച്ചു വെക്കണം. നമുക്ക് സെന്റൻസ് എഴുതുമ്പോൾ ഈ സാധനങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ടാവും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ആൾക്കാരെ കാണാം. ഒരുപാട് പ്രവൃത്തികൾ ചെയ്യാത്ത സെന്റൻസ് ഉണ്ടാവില്ലല്ലോ. നമുക്ക് എന്തായാലും വെർബുകൾ പഠിക്കണം. അപ്പൊ നമുക്ക് ദേഖന, പിന്നെന്താണ് പറഞ്ഞത്? ഖാന, പിന്നെന്ത് പറഞ്ഞു? ദോഡന പറഞ്ഞു അല്ലെ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരും കൂടി ഉണ്ട്. എന്തൊക്കെയാണ്? സോന എന്ന് വെച്ചാൽ എന്താണ്? സോന എന്ന് വെച്ചാൽ ഉറങ്ങുക എന്നുള്ള അർത്ഥമാണ്. സോന എന്ന് വെച്ചാൽ എന്താണ്? ഉറങ്ങുക. ഇനി ഉറങ്ങി എന്ന് പറയണെങ്കിലോ? നോക്കിക്കേ, ഉറങ്ങി എന്നാണ് മക്കള് പറയുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? സോയ എന്നാണ് പറയുന്നതാണ്. സോയ, ഉറങ്ങി എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെ. പഠിക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? പഠന. കുറച്ച് സാമ്യമുള്ള വേർഡാണ് അല്ലെ, പഠന. ഏത് ഢായ എന്നൊക്കെ മക്കൾ കൃത്യമായിട്ട് ആലോചിച്ചിട്ടുണ്ടാവണം. ഈ അരിവാൾട്ടാക്കി ഇതേ ഒരു പുള്ളിയൊക്കെ ഇട്ടെടുത്ത് അടിയിൽ ഒരു കുത്തിട്ട് കൊടുത്താലാണ് അത് പഠന ആവുക അല്ലെ. ഓക്കെ, പഠന, പഠിക്കുക. ഓക്കെ, ഇനി പഠിച്ചു എന്ന് എഴുതണമെങ്കിൽ എന്ത് ചെയ്യും? നോക്കിക്കേ, പഠിച്ചു എന്നാണെങ്കിൽ എന്ത് ചെയ്യും മക്കള്? പഠ എന്നാക്കി കൊടുക്കും. നോക്കിക്കേ, പഠ എന്നാക്കി കൊടുത്തു. ഇനി കരയുക എന്നുള്ളതിന് ഹിന്ദിയിൽ എന്താ പറയാ? രോന എന്നാണ് പറയുന്നത്. നോക്കിക്കേ, രോന എന്നാണ് പറയാ. കരയുക, രോന. ഇനി കരഞ്ഞു എന്ന് എഴുതണമെങ്കിലോ? കരഞ്ഞു. സാധാരണ നമ്മൾ സെന്റൻസിൽ അവൾ കരയുക എന്ന് പറയില്ല, അവൾ കരഞ്ഞു എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. അപ്പൊ കരഞ്ഞു എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? നോക്കിക്കേ, രോയ എന്നാണ് എഴുതുക. നോക്കിക്കേ, രോയ. ഓക്കെ, ഇതും പഠിച്ചു വെക്കാണ്. ഇനി അടുത്ത കുറച്ച് ആൾക്കാരുണ്ട്. ചൽന, നടക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? ചൽന എന്നാണ് പറയാ അല്ലെ. ചൽന. ഓക്കെ, അപ്പം നടന്നു എന്നുള്ളതിന് എന്തായിരിക്കും പറയാ? നടന്നു. ചല, എന്താണ്? ചല.
ഇതൊക്കെ ഷോർട്ടാക്കി കൊടുത്താൽ മതി. ഈ നാ ഉണ്ടല്ലോ, ഈ നാ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുത്താൽ തന്നെ ഏകദേശം ഒരു രീതിയിൽ നമുക്ക് സാധനം കിട്ടും കേട്ടോ. അപ്പൊ നോക്കാം, ഇനി ഇരിക്കുക എന്നുള്ളതിന് നമ്മൾ ബൈറ്റ്ന എന്നാണ് പറയുന്നത്. ബൈറ്റ്ന, ബൈ എന്നുള്ള സൗണ്ടാണിത്, ബൈറ്റ്ന, ഇരിക്കുക എന്നുള്ളതിന് അല്ലെ. അപ്പൊ ഇനി ഇരുന്നു എന്നാണ് മക്കൾക്ക് പറയേണ്ടത്. ഇരുന്നു എന്നുള്ളതിന് നമ്മൾ എന്ത് പറയും? ബൈറ്റ എന്ന് പറയും. നോക്കിക്കേ, ബൈറ്റ. സിമ്പിൾ അല്ലെ, സിമ്പിൾ ആൻഡ് ഹംബിൾ ആൻഡ് കുമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന സാധനമാണ്. ഇനി ചെയ്യുക, എപ്പോഴും ഹിന്ദിയിൽ നമുക്ക് ഉപയോഗിക്കാനുള്ള ഒരു സാധനമാണ് ചെയ്യുക. കർണ എന്ന് പറഞ്ഞാൽ അല്ലെ, കർണ വെച്ചെന്നാണ് ചെയ്യുക. ഇനി ചെയ്തു എന്ന് പറയണെങ്കിലോ, ചെയ്തു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഏത് വാക്ക് ഉപയോഗിക്കും? കര അല്ലെങ്കിൽ കിയ എന്ന് പറയാറുണ്ട് കേട്ടോ. കിയ ആണ് കുറച്ചും കൂടി. ചെയ്തു, കിയ എന്ന് പറയാറുണ്ട്. ഓക്കെ, കർണ, കിയ, ബൈറ്റ്ന, ബൈട്ട, ചൽന, ചല. കറക്റ്റ് ആയിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടാൾക്കാരും കൂടി നമുക്ക് നന്നായിട്ട് പഠിക്കാനുണ്ട്. വരുക ഉള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? ആന എന്നാണ് പറയാ. ആനയല്ല, ആന എന്ന് പറയല്ലേ. ആന എന്ന് പറഞ്ഞാൽ എന്താണ്? വരുക. ഇനി വന്നു എന്ന് പറയണമെങ്കിൽ എന്താണ്? വേറെ വാക്കാണ്. വന്നു എന്നുള്ളത് നമ്മള് ആയ എന്ന് പറയും. എന്താണ്? ആയ. വന്നു. വരുക എന്നുള്ളതിന് ആന എന്ന് പറയുന്നു. ഇനി പോകുന്നതിന് നമ്മൾ ജാന എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ജാന, പോകുക എന്നാണ് പറയാ. ഓക്കെ, പോയി എന്ന് നമ്മൾ പറയും. ഇങ്ങനെ, പോയി. ഇത് കുറച്ച് വേറെ തന്നെ വ്യത്യാസമുള്ള ഒരാളാണേ. പോയി എന്നുള്ളതിന് നമ്മൾ ഗയ എന്നാണ് പറയാ കേട്ടോ. ഇതുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല അല്ലേ. പക്ഷെ മക്കൾ ഇത് പഠിച്ചു വെക്കണം. ഗയ, പോയി എന്നിട്ടോ. ഗയ എന്ന് വെച്ചാൽ പോയി എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇത്രയും ആൾക്കാർ നമ്മൾ എന്തായാലും പഠിച്ചു വെക്കണം. എന്തൊക്കെയാ പറഞ്ഞത്? ദേഖ്ന, നോക്കുക അല്ലെ. കഴിക്കുന്നതിന് എന്താ പറയാ? ഖാന എന്ന് പറയുന്നു. ഓടുന്നതിന് എന്ത് പറയുന്നു? ദോഡന എന്ന് പറയുന്നു. പിന്നെ ഉറങ്ങുന്നതിന് എന്ത് പറയുന്നു? റോന. ഉറങ്ങുന്നതിന് നമ്മൾ സോന എന്ന് പറയുന്നു. കരയുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? റോന എന്ന് പറയുന്നു. പഠിക്കുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? പഠന എന്ന് പറയുന്നു. പിന്നെ പറഞ്ഞു നടക്കുന്നതിന് നമ്മൾ ചലന എന്ന് പറയുന്നു. ഇരിക്കുന്നതിന് നമ്മൾ ബൈറ്റ്ന എന്ന് പറയുന്നു. ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ഓക്കെ, കർണ എന്നാണ് പറയുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണെന്ന് വരുക എന്നുള്ളതിന് നമ്മൾ ആന എന്ന് പറയും. ജാന എന്ന് പറഞ്ഞാൽ പോവുക. ഓക്കെ, ഇത്രയും ആൾക്കാർ എന്തായാലും മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. ഇനി വരുന്ന ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഹിന്ദി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി മിസ് ഇത്ര കാര്യങ്ങൾ മതിയോ? പോരാ, നമുക്കൊരു ബെസ്റ്റ് ട്യൂഷൻ ക്ലാസ്സും കൂടി വേണം അല്ലേ. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വജ്ര ബാച്ച് ഉള്ളത്. വജ്ര ബാച്ചിൽ ഇതുവരെ ചേരാൻ മടിച്ചു നിൽക്കുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ വേഗം വന്ന് ചേർന്നോളാം. വളരെ ഉപയോഗപ്പെടാൻ പോകുന്ന ഒരു ആപ്പാണ്. അതായത് ട്യൂഷൻ ക്ലാസ് ആയി ഓൺലൈൻ അല്ലേ, ഓൺലൈനൊക്കെ ആയിട്ട് എങ്ങനെയാ മക്കൾ പഠിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ഡൗട്ട് ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ മക്കൾ ആലോചിക്കണം, നമുക്ക് ലൈവായിട്ട് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. ഇപ്പൊ നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു സമയത്ത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇത് കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ലൈവ് സെഷൻ കാണണമെങ്കിൽ ഒരു 6 മണി, ഒരു 7 മണി, 8 മണി സമയത്താണ് സാധാരണ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവാറ്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ടി വിയിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ മൊബൈലിലൊക്കെ ഒന്നിട്ട് കാണുക. അപ്പൊ ടീച്ചർമാർ ലൈവായിട്ട് ഓൺ ദ സ്പോട്ടുള്ള ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ മക്കൾക്ക് അതിൽ കമന്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. മാത്രമല്ല എന്താണ്, നമുക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും. ഡൗട്ട് ക്ലിയറൻസ്, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് എന്ത് ചെയ്ത് തരുന്നതായിരിക്കും? ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ എന്താണ്, നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് തരും. കൃത്യമായിട്ട് എക്സാമുകൾ നടക്കും. ഇപ്പൊ സാധാരണ ഓൺലൈൻ ക്ലാസ് എന്നൊക്കെ പറയുമ്പോൾ എക്സാം ഒക്കെ എങ്ങനെയാ നടത്തുക എന്നുള്ള ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കും. ഓണം എക്സാം, ക്രിസ്മസ് എക്സാം, ലാസ്റ്റത്തെ എക്സാം, അതിന്റെ ഇടയ്ക്ക് ചാപ്റ്റർ വൈസ് എക്സാമുകൾ, അങ്ങനെ എല്ലാ തരം എക്സാമുകളും നമ്മുടെ എന്തിലുണ്ടാവും? ഈ ക്ലാസ്സിലുണ്ടാവും. മാത്രമല്ല നമ്മുടെ സിലബസ് ഒക്കെ മാറി വരുന്നതാണ്. എങ്ങനെയാ പഠിക്കേണ്ടത്, എന്താ പഠിക്കേണ്ടതെന്നൊക്കെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല മക്കൾക്ക്. അതൊക്കെ നമുക്ക് എന്താണ്, ഒരു ട്യൂഷനിലൂടെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ നമ്മുടെ വജ്ര ബാച്ചിൽ ഇതുവരെ ചേരാത്ത മക്കളുണ്ടെങ്കിൽ വേഗം ഒന്ന് ചേർന്നോളാം. നോക്കിയേ, ആകെ 2750 രൂപ. ഈ പൈസ എത്ര കാലത്തേക്കാന്ന് ആലോചിക്കണേ. ഒരു കൊല്ലത്തേക്കാ. മാർച്ച് ലാസ്റ്റ് വരെ മക്കൾക്ക് എന്തുണ്ടാവും? ഈ പൈസക്ക് ആ ഒരു ആപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. നിങ്ങൾക്ക് സ്വന്തമാണ്. എപ്പോ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും കാണാം അല്ലെ. ചില സമയം നിങ്ങൾക്ക് വൈകുന്നേരം കാണാൻ പറ്റിയില്ല, സാരമില്ല, അത് റെക്കോർഡഡ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവും അല്ലെ. അപ്പൊ എപ്പോ വേണമെങ്കിലും കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ട്യൂഷനാണ് എന്തെന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്തായാലും സഹായത്തിന് ഒരാൾ വേണം അല്ലെ. ആ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ഉള്ളത്, നമ്മുടെ സൈലം ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ ഇതുവരെ ചേരാത്തവരുണ്ടെങ്കിൽ വേഗം വന്ന് ചേർന്നോളാം. നമുക്ക് ഹിന്ദി ഒക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ട് കൊണ്ടുപോവാം. ഹിന്ദി മാത്രമല്ല എല്ലാ സബ്ജക്റ്റും നമുക്ക് എന്തായിരിക്കും സെറ്റ് ആക്കി തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതേപോലെയുള്ള കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.